തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF അധികാരത്തിൽ വരും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് പറഞ്ഞാൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുള്ള മറുപടിയാണ്. പാലായിലെ ക്രിസ്ത്യാനികളെ മലപ്പുറത്തെ മുസ്ലിങ്ങളെയൊക്കെ ചീത്ത വിളിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയാണ് ഗുരുദേവൻ്റെ ഒരു പ്രതീകമായി മാറുന്നത് എന്ന തരത്തിലാണ് ഈ പറയുന്ന VD സതീശൻ്റെ മറുപടി. എങ്ങനെയാണ് നമുക്കതിന് കാണാൻ പറ്റുക? ഇതുപോലത്തെ രാഷ്ട്രീയ വിടുവായത്വം ഒരുപാട് പേര് പറയാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഞാൻ മുട്ടയടിക്കും, മീശ പഠിക്കും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിൽ വാക്ക് പാലിച്ച ഒരേ ഒരു മനുഷ്യൻ വെള്ളാപ്പള്ളി നടേശനാണ്. അങ്ങേര് എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ സുധീരൻ ജയിച്ചാലും മറ്റും ഞാൻ മീശ എടുക്കുമെന്ന് പറഞ്ഞു. പുള്ളി മീശ എടുത്തു. ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും തരികിടയൊക്കെ പറഞ്ഞിട്ട് അത് ചുമ്മാ അന്നത്തെ ആവേശത്തിന് പറഞ്ഞല്ലേ എന്നൊക്കെ പറയും. ആരും അത് ഫോഴ്സ് ചെയ്യുമില്ല. എല്ലാവർക്കും അറിയാം ആവേശം കയറുമ്പോൾ പറയുന്നതാണ്, സീരിയസ് ആയിട്ട് എടുക്കരുതെന്ന്. ബട്ട് വെള്ളാപ്പള്ളി വാസ് ഡാം സീരിയസ്. പുള്ളി മീശ എടുത്തു. പിന്നെ കിളിക്കുന്നവരെ അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ മീശ വീണ്ടും കിളുത്ത് വരുമല്ലോ. അങ്ങനെ ചെയ്ത മനുഷ്യനാണ് വെള്ളാപ്പള്ളി. ഈ VD സതീശൻ രാഷ്ട്രീയം ഇടുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. VD സതീശൻ തിളക്കമാർന്ന വിജയം കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയം വിടും. എന്താ ഈ തിളക്കമാർന്ന വിജയം? ഈ തിളക്കം തീരുമാനിക്കുന്ന ആരാ? VD സതീശൻ തന്നെ. പുള്ളി തോറ്റാലും പറയും ഞങ്ങളുടെ വിജയം തിളക്കമാർന്ന വിജയം, ധാർമ്മിക വിജയം ഞങ്ങൾക്കാണ്. സാങ്കേതികമായിട്ട് അവർ ജയിച്ചെങ്കിലും ധാർമ്മികമായിട്ട് ഞങ്ങൾ ജയിച്ചു, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളി രാഷ്ട്രീയം വിടുന്നില്ല. രാഷ്ട്രീയം വിട്ടിട്ട് VD സതീശൻ ഈ പ്രായത്തിൽ എവിടെ പോകാനാ? എന്ത് ചെയ്യാനാ? വീണ്ടും പോയിട്ട് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇപ്പോൾ VD സതീശൻ ഈ വെള്ളാപ്പള്ളിയെ വെല്ലുവിളിച്ചും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇതിന് ഒരു അന്ധവിശ്വാസം ഉപോത്ബലകമായിട്ടുണ്ട്. വെള്ളാപ്പള്ളി ആരെയാണോ പിന്തുണയ്ക്കുന്നത് അയാൾ തോറ്റുപോകും. ഇങ്ങനൊരു ധാരണ കേരള രാഷ്ട്രീയത്തിലുണ്ട്. അത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ശരിയുമാണ്. വെള്ളാപ്പള്ളി തോൽപ്പിക്കും എന്ന് പറഞ്ഞ ആൾ ജയിക്കുന്നു, വെള്ളാപ്പള്ളി ജയിപ്പിച്ച് അടങ്ങുമെന്ന് പറഞ്ഞ് ഇറങ്ങിയ ആൾ തോൽക്കുന്നു. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ വെള്ളാപ്പള്ളി VD സതീശനെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് VD സതീശൻ്റെ ആത്മവിശ്വാസം കൂടി. ആത്മവിശ്വാസത്തിൻ്റെ ബേസിസ് ഈ അന്ധവിശ്വാസമാണ്. അതൊന്നും എപ്പോഴും വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ ഈ ആരെതിർക്കുന്നു ആരെതിർക്കുന്നില്ല നോക്കിയിട്ടൊന്നുമല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ UDFന് ഒരു പ്രത്യേക ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ 2 ടേമായി പിണറായി വിജയൻ. അതെ. അപ്പോൾ 3ാമത്തെ ടേം എങ്ങനെ പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് കിട്ടാതിരിക്കുമോ, എന്തൊക്കെ വന്നു കഴിഞ്ഞാലും. ഇതാണ് അവരുടെ ഒരു തോന്നൽ. ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ജനങ്ങൾ മാറി ചിന്തിക്കും. ഇതാണ് ഇതിൻ്റെ നടുക്ക് ഇവർ മറന്നു പോകുന്ന ഒരു ഘടകം BJP ആണ്. BJP അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഫോഴ്സായിട്ട് വരും. ഞാൻ ഈ ഗ്രൗണ്ട് ലെവലിൽ പ്രൈവറ്റ് ബസ്സിൽ വഴിയരികിലെ തട്ടുകടയിൽ അവിടെ ഇവിടെയൊക്കെ കയറി ചായ കുടിക്കുകയും വർത്തമാനം പറയും, മറ്റുള്ളവരെ വർത്തമാനം കേട്ടുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. ഒരു തരക്കേടില്ലാത്ത BJP സംസാരം എല്ലാ സ്ഥലത്തും ഉണ്ട്. എന്താ അവർക്ക് കുഴപ്പം? അവരെ എന്ത് ചെയ്തു എന്നാണ്? മോദി യോഗ്യനല്ലേ? ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനം. അപ്പോൾ BJPക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് പുഷ് കേരളത്തിലെ ഏതെങ്കിലും നേതാവിനെ ചൊല്ലിയല്ല, മോദിയെ ചൊല്ലിയാണ്. മോദിയുടെ ആൾക്കാരാണല്ലോ ഇതാണ്. അപ്പോൾ മോദിക്കുള്ള വോട്ടാണിത്. അത് കേരളത്തിലെ BJPക്ക് പറയാം, അതിൽ തെറ്റുമില്ല. അവരുടെ ദേശീയ നേതാവിൻ്റെ വോട്ടെന്ന് പറഞ്ഞാൽ അവരുടെ വോട്ടാണ്. അപ്പോൾ അവരും ഭംഗിയായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ TV-ക്കാർ വലുതായിട്ട് കവർ ചെയ്യാതെ അവർ കവർ ചെയ്യിക്കാനും ശ്രമിക്കാറില്ല. ഗ്രൗണ്ട് ലെവലിൽ നടത്തുന്ന വർക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് അവർ നടന്നു പോകുന്നുണ്ട്. ഇവർ ഈ BJP എന്ന് പറയുന്ന ഫാക്ടർ VD സതീശൻ്റെ പിക്ചറിൽ ഇപ്പോൾ ഇല്ല. ഇനി എപ്പോഴെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് ഉണ്ടാകുമായിരിക്കും. ബട്ട് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ LDF UDF മാത്രമായിട്ട് UDFൻ്റെ അനിഷേധ്യ നേതാവാണ് ഞാൻ, VD സതീശൻ എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. അതിൻ്റെ പുറത്തുള്ള വാചകമടിയാണ്. രാഷ്ട്രീയമൊന്നും VD സതീശൻ വിടാൻ പോകുന്നില്ല. ഇത് ഒരു രാഷ്ട്രീയ പൊങ്ങച്ചം അത്രേ ഉള്ളൂ.
ഇയാൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് UDFൻ്റെ ഒരു ചിന്ത അനുസരിച്ച് അല്ല പ്രവൃത്തി അനുസരിച്ച് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന AICC ആണ്. അങ്ങനെ ചില തീരുമാനങ്ങൾ വരുമ്പോഴേ ഉള്ളൂ എന്നൊക്കെ പറയും. കാരണം ഇവിടെ ചർച്ചാ വിഷയം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവോ, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവോ, അതോ VD സതീശൻ മുഖ്യമന്ത്രിയാവോ, ഈ ഒരു ചർച്ച അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നതുകൊണ്ട് അവിടെയും ഒരു ന്യായീകരണം നടത്താനല്ലേ ശ്രമിക്കുന്നത്? അത് ഇവർക്ക് അതിൻ്റെ റേഞ്ച് അറിഞ്ഞുകൂടാനായിട്ടാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേറൊരാൾ കൂടെ ഉണ്ട്, ശശി തരൂർ. യോഗ്യനാണ്. യോഗ്യതയുടെ അല്ല ഞാൻ പറയുന്നത്, കോൺഗ്രസ്സിനകത്തെ ഇക്വേഷൻസ് നോക്കിയാലുണ്ടല്ല, കോൺഗ്രസ്സിന് തുപ്പാനും ഇറക്കാനും വയ്യാത്ത ഒരു ക്യാരക്ടറാണ് ശശി തരൂർ ഇപ്പോൾ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കും കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് അങ്ങനെ ശശി തരൂരിൻ്റെ ഈ റിബൽ സ്വഭാവം ഒതുക്കാം എന്ന് തീരുമാനിക്കും. അവർക്ക് വേണ്ടത് അഖിലേന്ത്യാ തലത്തിലും അഖില ലോക തലത്തിലും അവരുടെ ഇടയ്ക്ക് വലിയൊരു റിബൽ ഉണ്ടാകുന്നത് അവർക്ക് മുതലാകുന്ന കാര്യമല്ല. അപ്പം ഇയാളെ ഒതുക്കാൻ എന്താ ചെയ്യേണ്ടത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് പണ്ട് ഈ നരസിംഹറാവുവിൻ്റെയൊക്കെ 10-1 വിവരം കോൺഗ്രസ്സിലുള്ളവർക്ക് ഇപ്പോൾ ഇല്ല. നരസിംഹറാവു ശരത് പവാറിനെ ഒതുക്കിയത് അങ്ങനെയാണ്. ശരത് പവാർ കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു. നരസിംഹറാവു നോക്കിക്കഴിഞ്ഞപ്പോൾ മുതലാവില്ല ശരത് പവാറിനെ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. ശരത് പവാറും ഇതുപോലെ വലിയ കളി കളിക്കാൻ അറിയാവുന്ന ആളാണ്. അപ്പോൾ നരസിംഹറാവു മഹാരാഷ്ട്രയിൽ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞപ്പോൾ ശരത് പവാറിനോട് പറഞ്ഞു, നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ആ ക്രൈസിസിന് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ, നിങ്ങൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ട് പോകണം, അതല്ല നിർവാഹമില്ല. അപ്പം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആയിരുന്നു കഴിഞ്ഞാൽ ശരത് പവാർ ചെയ്യാവുന്ന ശല്യത്തിനൊരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് പോകില്ല. കേന്ദ്രമന്ത്രിസഭയിലെ പോലെയല്ല. ശരത് പവാർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ നരസിംഹറാവു ചില്ലറക്കാരനല്ല. ഇയാളുമായിട്ട് ഗുസ്തിയിട്ട് വിഷമിച്ച് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പ്രധാനമന്ത്രിയോ അങ്ങനെയൊന്നും ആവാൻ പറ്റില്ല. പക്ഷേ കേന്ദ്രത്തിൽ കൃഷിമന്ത്രി അത് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലയുമില്ല. അപ്പോൾ മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഹോം ടൗണാണ്, അവിടെ ഞാൻ മഹാരാജാവാണ്, മറ്റേ ബോളിവുഡുമായിട്ട് ദാവൂദ് ഇബ്രാഹിമായിട്ട് ഇതൊക്കെ ആയിട്ട് കളിക്കാം. ആ ഏരിയയിലേക്ക് നരസിംഹറാവു വരികയുമില്ല. സിനിമാ താരം കുന്തം ഇതിൻ്റെ ഒന്നും പിന്നാലെ നരസിംഹറാവു പോവില്ല. അങ്ങനെ നരസിംഹറാവു നൈസായിട്ട് മഹാരാഷ്ട്രയിലിട്ട് ശരത് പവാറിനെ ഒതുക്കി. അപ്പോൾ ഇതുപോലെ കോൺഗ്രസ്സിൽ ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ശശി തരൂരിനെ അക്കോമഡേറ്റ് ചെയ്തെന്നായി, വലിയൊരു സ്ഥാനം കൊടുത്തെന്നായി, അതേസമയം ശല്യം അവസാനിക്കുകയും ചെയ്യും. ശശി തരൂർ ഇവിടെ കിടന്നിട്ട് ഈ പെറ്റി പൊളിറ്റിക്സിനുള്ളിൽ കളിച്ചോളും, അന്താരാഷ്ട്ര തലത്തിലേക്ക് പോവില്ല. ശശി തരൂർ നോക്കുമ്പോഴുണ്ടല്ലോ, അന്താരാഷ്ട്ര തലത്തിൽ എന്താ വിശ്വപൗരൻ എന്നൊരു പൊള്ളയായ ഇത് ഡിഗ്രി കിട്ടും എന്നുള്ളതല്ലാതെ വേറെ കിട്ടപ്പോഴൊന്നുമില്ല, പ്രയോജനമില്ല. കേരള മുഖ്യമന്ത്രി ആയാലും ഭയങ്കര ഷൈനിങ് അല്ലേ, ലോക്കലൈസ്ഡ് ആണ്, ബട്ട് യു ആർ ദ ബോസ്. അപ്പോൾ ഈ ചെറിയ കമ്പനിയിലെ വലിയ പോസ്റ്റിലിരിക്കുന്നതാണോ, വലിയ കമ്പനിയിലെ ചെറിയ പോസ്റ്റിലിരിക്കുന്നതാണോ നല്ലത്? ചെറിയ കമ്പനിയിൽ വലിയ പോസ്റ്റിലിരിക്കുന്നതാണ്, കാരണം നിങ്ങളാണ് ബോസ് അവിടെ. മറ്റിടത്ത് കമ്പനി വളരെ വലുതാണ്, പക്ഷെ നിങ്ങൾ ചെറുതാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് പ്രിഫർ ചെയ്യും. ചെറിയ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ, ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ. വലിയ കമ്പനിയിൽ നിങ്ങൾ ഒരു ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരിക്കും, ശമ്പളം കൂടുതൽ അവിടെ ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അതുപോലെ 10 കിടപ്പുണ്ട് വേറെ. ഈ ഇക്വേഷൻ വെച്ചിട്ട് ശശി തരൂർ മിക്കവാറും കേരളത്തിൽ ഒരു സ്ട്രോങ് കണ്ടൻറ്ററായിട്ട് വരുന്നു നോക്കും. ശശി തരൂരിനെ എഴുതി തള്ളാൻ സമയമായിട്ടില്ല. ശശി തരൂർ BJPയിൽ ചേരാൻ പോണില്ല എന്ന് വെച്ചാൽ ചേർക്കുകയില്ല, അവിടെ സ്ഥലമില്ല ശശി തരൂരിന്. ഈ ഇടയ്ക്ക് തിരികെ BJPയുടെ മണ്ഡലം പ്രസിഡൻ്റായിട്ട് ശശി തരൂരിന് വരാൻ പറ്റില്ല. BJPയിൽ ഒരു വെരി ഹയർ പോസ്റ്റിൽ ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷണൽ പോസ്റ്റിലേക്ക് വരണം. ഈ 2 പോസ്റ്റിലും ബാക്കിയുള്ളവർ തടയിടും BJPക്കാർ. പണ്ട് ശശി തരൂരിനേക്കാൾ സാമർഥ്യമുള്ള ആളാണ് നമ്മുടെ ചിദംബരം ചെട്ടിയാരെന്ന് ശ്രമിച്ചതാണ് BJPയിൽ വരാൻ. ഓൾമോസ്റ്റ് അത് തീരുമാനിച്ചതാണ്. ഇപ്പോൾ മരിച്ചുപോയ L. ഗണേശൻ അന്ന് തമിഴ്നാട് BJP പ്രസിഡൻ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹമടക്കം ഒരുപാട് പേര് പറഞ്ഞു, ഞങ്ങൾ തമിഴന്മാരുടെ ത്രട്ടനിങ് അങ്ങനെയാണ്, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ചാവും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. കാരണം അവർക്കറിയാം ഈ മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരൊക്കെ നിഷ്പ്രഭരായി പോകും. അത്രയ്ക്ക് സാമർഥ്യമാണ് ചെട്ടിയാർക്ക്.
അപ്പോൾ അതുകൊണ്ട് ചെട്ടിയാരെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ആത്മഹത്യാപേക്ഷ മുഴക്കി അങ്ങനെ വന്നില്ല വാജ്പേയിയുടെ കാലത്ത്. അപ്പോൾ അതുപോലെ ലാറ്ററൽ എൻട്രി ഈ ശശി തരൂരിന് കൊടുക്കാൻ BJPയിൽ സ്ഥലമില്ല. താഴത്തേക്ക് ശശി തരൂർ പോവുകയുമില്ല. അതുകൊണ്ട് പരക്കെ വിശ്വസിക്കപ്പെടുന്ന പോലെ ശശി തരൂർ BJPയിൽ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ബട്ട് കോൺഗ്രസ്സിൽ മാന്യമായ ഒരു അക്കോമഡേഷൻ ഈ രീതിയിൽ ഹൈക്കമാൻഡ്, അങ്ങനെ ഒരു കമാൻഡ് ഉണ്ടോ കോൺഗ്രസ്സിന്? ഏതായാലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാകും. പക്ഷേ കേരളത്തിൽ ശശി തരൂരിന് ഇവരുടെ ഇടയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഈ കട്ടയന്മാരുടെ ഇടയ്ക്കൊക്കെ തല്ലി നിൽക്കണ്ടേ? അതെ. അതിനുള്ള ആ പെറ്റി പൊളിറ്റിക്സ് കളിക്കാനുള്ള സാമർഥ്യം എത്ര കണ്ട് ശശി തരൂരിനുണ്ടെന്നറിയില്ല. ബട്ട് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഹൈക്കമാൻഡിൻ്റെ പിന്തുണയും ഉണ്ടെങ്കിൽ ശശി തരൂരിന് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ വെള്ളാപ്പള്ളി ഇവിടെ വടിവെട്ടി സതീശനെ അടിക്കാനായിട്ട് ഒരുങ്ങുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് BJP നിൽക്കുന്ന കാര്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ലല്ലോ. അതൊരു വലിയ വളർച്ചയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. BJP ഫാക്ടർ ഇപ്പോൾ ആരും കണക്കിലെടുക്കുന്നില്ല. ഒന്ന്, തലയ്ക്ക് വെളിവുള്ള ഒരു മനുഷ്യനും വെള്ളാപ്പള്ളിയുമായിട്ട് വാഗ്വാദത്തിന് പോകില്ല. ഇന്ന് വരെ പോയവരൊക്കെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. കാരണം വെള്ളാപ്പള്ളിയുടെ നാക്ക് അങ്ങനത്തെയാണ്. ഞങ്ങൾ ചേർത്തലക്കാർ നടേശൻ മുതലാളി എന്നാണ് പുള്ളിയെ വിളിക്കുന്നത്. അപ്പോൾ നടേശൻ മുതലാളിയെടുത്ത് കളിച്ചവനാരും നേരെ പോയിട്ടില്ല. നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയോ തോക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. അതൊന്നും പുള്ളിക്കും വിഷയമൊന്നുമല്ല. പുള്ളിക്ക് ഇത്രയും പ്രായമൊക്കെ ആയി. SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും ഒരേ സമയത്ത് സെക്രട്ടറി ആയിരുന്ന ആൾ ആദ്യം കുമാരനാശനായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനാണ് ആ സ്ഥാനത്ത്. കുമാരനാശൻ കഴിഞ്ഞ് വേറെ ആർക്കും ആ സ്ഥാനത്തിരിക്കാൻ പറ്റിയിട്ടില്ല 2 സ്ഥാനങ്ങളിൽ ഒരേ സമയത്ത്. അങ്ങനെ ഇരുന്ന ആളാണ് വെള്ളാപ്പള്ളി. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് കളി അറിഞ്ഞുകൂടാ, ആളുകളെ സ്വാധീനിക്കാൻ അറിഞ്ഞുകൂടാ, ജനപിന്തുണയില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ വെള്ളാപ്പള്ളിക്കുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അങ്ങനെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് അങ്ങേർക്ക് എന്ത് വേണേലും ആരെ വേണമെങ്കിലും പറയാം. ഏകദേശം മഹാരാഷ്ട്രയിൽ പണ്ട് ബാൽ താക്കറെ ഇരുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കുകയാണ് വെള്ളാപ്പള്ളി. ഇപ്പം പുള്ളിയുടെ കയ്യിൽ ശിവസേനയില്ലെന്നേ ഉള്ളൂ. അത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. പക്ഷേ തിരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ നല്ലൊരു ഒരു സേ വെള്ളാപ്പള്ളിക്കുണ്ട്. ഇതൊന്നും അദ്ദേഹം പരസ്യമായിട്ട് പറയില്ല. രഹസ്യമായിട്ട് ചർച്ച ചെയ്ത് ഉറപ്പിച്ചതിന് വിരുദ്ധമായിട്ട് പുള്ളി പബ്ലിക്കായിട്ട് പറയുകയൊക്കെ ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ടെക്നിക്കാണ്. ഇപ്പോൾ സതീശൻ മേടിച്ചു കൂട്ടും അല്ലേ? സതീശൻ മേടിച്ചു കൂട്ടുമെന്നും പറയാൻ പാടില്ല കേട്ടോ. വെള്ളാപ്പള്ളി അങ്ങനെ സ്ഥായിയായ വൈരാഗ്യമൊന്നും വെച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല. VD സതീശൻ അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ അവന് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല പുള്ളിക്ക്. പറയും, അതിന് മറുപടിയും പറയും, അത് അങ്ങ് പോവും. അതിക്കവിഞ്ഞ് ഒരു ശത്രുതയും കൊണ്ടൊന്നും പുള്ളി നടക്കാറില്ല. ഇതിലും വലിയ ശത്രുതയാണ് ഗോകുലം ഗോപാലനുമായിട്ടുണ്ടായത്. അതുപോലും പുള്ളി മാനേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് കുറച്ച് കാലമേ ഉള്ളൂ, നമുക്ക് കാത്തിരിക്കാം. അത് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.